Let me welcome everyone to ACE App class. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൽ നിങ്ങൾ കേരള PSCയിൽ എപ്പോഴും ചോദിക്കാറുള്ള രണ്ട് വാക്കുകളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. മേക്ക് ഹെൽപ്പ് ഈ രണ്ട് വാക്കുമായി ബന്ധപ്പെട്ട PSC എപ്പോഴും ചോദിക്കാറുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം റൂള് പറയാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഒരു ചോദ്യത്തിൽ നിങ്ങൾ മേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ നിങ്ങളൊരു ചോദ്യത്തിൽ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിൽ ഹെൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ നിങ്ങളൊരു ചോദ്യത്തിൽ കണ്ടാൽ, മേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മേക്ക്, മേക്സ്, മെയ്ഡ്, മേക്കിംഗ്. ഇതാണ് അവിടെ എഴുതിയിട്ടുണ്ട്. മേക്ക്, മേക്സ്, മെയ്ഡ്, മേക്കിംഗ്. ഇതാണ് മേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഹെൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്പ്, ഹെൽപ്സ്, ഹെൽപ്ഡ്, ഹെൽപ്പിംഗ്. ഹെൽപ്പ്, ഹെൽപ്സ്, ഹെൽപ്ഡ്, ഹെൽപ്പിംഗ് അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോളൂ. മേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ നിങ്ങളൊരു ചോദ്യത്തിൽ കണ്ടാൽ, അല്ലെങ്കിൽ ഹെൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ നിങ്ങളൊരു ചോദ്യത്തിൽ കണ്ടാൽ, പിന്നീട് ബ്ലാങ്ക് കണ്ടാൽ അവിടെ ആൻസർ V1 ആയിരിക്കണം, മറക്കരുത്. എന്താ ആൻസർ വരിക? അവിടെ V1 ആയിരിക്കണം അവിടെയൊക്കെ ആൻസർ ആയിട്ട് വരിക, മറക്കരുത് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള, ഇതുമായി ബന്ധപ്പെട്ട് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. ഐ മെയ്ഡ് ഹെർ ഡാഷ്, ഇതാണ് ചോദ്യം അല്ലേ? അപ്പോൾ എന്താ മേക്കിൻ്റെ അർത്ഥം? എന്താ പറയുക ഇവിടെ മേക്കിൻ്റെ അർത്ഥം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിൽ എടുക്കരുത്. ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്നർത്ഥം. വായിപ്പിക്കുക, എഴുതിപ്പിക്കുക, കരയിപ്പിക്കുക, ചിരിപ്പിക്കുക അല്ലെ? ഒരു കാര്യം ചെയ്യിപ്പിക്കുക, അതാണ് മേക്കിൻ്റെ അർത്ഥം. പിന്നെ ഹെൽപ്പ് ആണെങ്കിൽ സഹായിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഒന്നാമത്തെ ഐ മെയ്ഡ് ഹെർ ഡാഷ്. മെയ്ഡ് പറഞ്ഞാൽ മേക്കിൻ്റെ പാസ്റ്റ് ആണ് മെയ്ഡ്. അപ്പോൾ ചെയ്യിപ്പിച്ചു എന്ന അർത്ഥത്തിൽ എടുക്കണം. ഓക്കെ, ഇപ്പോൾ കരയിപ്പിക്കുക എന്നുള്ള കരയിപ്പിച്ചു ആ അർത്ഥത്തിൽ വേണം എടുക്കാൻ. ഓക്കെ, ഐ മെയ്ഡ് ഹെർ ഡാഷ്, ഞാൻ അവളെ കരയിപ്പിച്ചു, അതാണ് അർത്ഥം. ഓക്കെ, ശരി. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു മേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ വരുന്ന സമയത്ത്, മേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മേക്ക്, മേക്സ്, മെയ്ഡ്, മേക്കിംഗ്. ഇതിൽ ആരെങ്കിലും ഒരാളുടെ നോക്കോടെ മെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നീട് ബ്ലാങ്ക് കണ്ടാൽ അവിടെ എന്താ ആൻസർ വരിക? V1 ആണ് അവിടെ ആൻസർ വരിക. ചോയ്സിൽ V1 ആരാ? ചോയ്സിൽ V1 ആരാ? യെസ്, അതന്നെ, ക്രൈ ആണ് ആൻസർ വരിക. എന്താ വരിക? ക്രൈ, അതാണ് ശരി. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഹി ഓൾവേസ് മേക്സ് മീ ഡാഷ്, ഇതാണ് ചോദ്യം. ഹി ഓൾവേസ് മേക്സ് മീ ഡാഷ്, അവൻ എപ്പോഴും എന്നിട്ട് ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് അർത്ഥം. ഓക്കെ, ശരി. അപ്പം നോക്കുക, ഇവിടെ മേക്സ് ഉണ്ട് കണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങളോട് മേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ വരുന്ന സമയത്ത് മേക്ക്, മേക്സ്, മെയ്ഡ്, മേക്കിംഗ്, മേക്സ് ഉണ്ട്. പിന്നീട് ബ്ലാങ്ക് കണ്ടാൽ അവിടെ എന്താ ആൻസർ വരിക? V1. ചോയ്സിൽ V1 ആരാ? യെസ്, ചോയ്സിൽ V1 ആരാ? ലാഫ്, അതാണ് ശരി. എന്താ വരിക? ലാഫ്, അതാണ് ശരി അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ദേ ആർ മേക്കിംഗ് ഹിം ഡാഷ്, ഇതാണ് ചോദ്യം അല്ലേ? ദേ ആർ മേക്കിംഗ് ഹിം ഡാഷ്, ഇതാണ് ചോദ്യം. അവനെ വായിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് അർത്ഥം. അപ്പം മേക്കിംഗ് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ? മേക്ക്, മേക്സ്, മെയ്ഡ്, മേക്കിംഗ്, മേക്കിംഗ് ഉണ്ട്. പിന്നീട് ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ എന്താ ആൻസർ വരിക? V1. അപ്പം എന്താ വരിക? ചോയ്സിൽ V1 ആരാ? യെസ്, റീഡ്, ഇതാണ് ശരി. ദേ ആർ മേക്കിംഗ് ഹിം റീഡ്, അവരെല്ലാവരും കൂടെ അവനെ വായിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് അർത്ഥം. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ദേ വിൽ ഹെൽപ്പ് യു ഡാഷ് ദർ, ഇതാണ് ചോദ്യം. ദേ വിൽ ഹെൽപ്പ് യു, അവർ നിന്നെ സഹായിക്കും ഡാഷ് ദർ, അവിടെ എത്തിച്ചേരുവാൻ അവർ നിന്നെ സഹായിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ടു റീച്ച് എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നി. ഈ ചോദ്യം കണ്ടാൽ ടു റീച്ച് എന്നൊക്കെ പറയാൻ തോന്നും, ഒരു ഫ്ലോ അല്ലേ? നമ്മളങ്ങനെ നോക്കുക, പറയുന്ന ഏതാ സുഖം കിട്ടാൻ നോക്കും. ഇവിടെ ടു റീച്ച് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഹെൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപങ്ങൾ വരുന്ന സമയത്ത് ഹെൽപ്പ്, ഹെൽപ്സ്, ഹെൽപ്ഡ്, ഹെൽപ്പിംഗ്, അങ്ങനെ ഇതിൽ ആദ്യം ഒരാൾ കണ്ടാൽ പിന്നീട് ബ്ലാങ്ക് കണ്ടാൽ അവിടെ എന്താ ആൻസർ വരിക? V1. ചോയ്സിൽ V1 ആരാ? യെസ്, റീച്ച്, അതാണ് ശരി അല്ലേ? റീച്ച് ആണ് ശരി അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഷീ ഹെൽപ്ഡ് മീ ഡാഷ് ദ വർക്ക്, ഇതാണ് ചോദ്യം. ഷീ ഹെൽപ്ഡ് മീ ഡാഷ് ദ വർക്ക്, ഇതാണ് ചോദ്യം. അപ്പോൾ അവൾ എന്നെ സഹായിച്ചു, ആ ജോലി പൂർത്തിയാക്കുവാൻ അവൾ എന്നെ സഹായിച്ചു അല്ലേ? അപ്പോൾ ഹെൽപ്പ്, ഹെൽപ്സ്, ഹെൽപ്ഡ്, ഹെൽപ്പിംഗ്, ഇവിടെ ഹെൽപ്ഡ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ബ്ലാങ്ക് കണ്ടാൽ അവിടെ എന്താ ആൻസർ വരിക? V1. ചോയ്സിൽ V1 ആരാ? യെസ്, ഫിനിഷ്, അതാണ് ശരി. ഷീ ഹെൽപ്ഡ് മീ ഫിനിഷ് ദ വർക്ക് അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഹെൽപ്പ്, മേക്ക്, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്ഥിരം PSCൻ്റെ ഒരു ഭാഗമാണിത്. ഓക്കെ, ശരി. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ പറയുന്നത്, ഈ ഹെൽപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി പറയാണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഹെൽപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാണ്ട് ഹെൽപ്പ്. കാണ്ട് ഹെൽപ്പ്, അത് PSCൻ്റെ സ്ഥിരം ചോദ്യമാണ്, കാണ്ട് ഹെൽപ്പ്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഈ ഹെൽപ്പിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സഹായിക്കുക എന്നർത്ഥമുണ്ട്. ഞാൻ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, അവിടെ എത്തിച്ചേരാൻ അവൾ എന്നെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? അവിടെ സഹായിക്കുക എന്ന അർത്ഥത്തിലാണ് വരിക. അതേ ഹെൽപ്പിന് ഒരു അർത്ഥം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിയന്ത്രിച്ച് നിർത്തുക, കൺട്രോൾ അല്ലെങ്കിൽ ഹോൾഡ് ബാക്ക് എന്നൊരർത്ഥവും ഹെൽപ്പിനുണ്ട്. കൺട്രോൾ അല്ലെങ്കിൽ ഹോൾഡ് ബാക്ക് എന്നൊരർത്ഥം എന്തിനുണ്ട്? ഹെൽപ്പിനുണ്ട്. ഓക്കെ, ശരി. ഇനി കൺട്രോൾ എന്ന അർത്ഥത്തിലാണോ ഹെൽപ്പ് വന്നിട്ടുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ അറിയാം? അല്ലെങ്കിൽ അടക്കി നിർത്തുക അല്ല, കൺട്രോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഹോൾഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം അടക്കി നിർത്തുക, പിടിച്ചു നിർത്തുക എന്നർത്ഥം അല്ല. ചിരിയൊക്കെ ഇങ്ങനെ അടക്കി നിർത്തുക എന്ന് പറയില്ലേ? എനിക്ക് ചിരി അടക്കി നിർത്താൻ കഴിയുന്നില്ല, എനിക്ക് കരച്ചിൽ അടക്കി നിർത്താൻ കഴിയുന്നില്ല,
എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അർത്ഥം. ഓക്കെ, അതാണ് ഇവിടെ അടക്കി നിർത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺട്രോൾ എന്നർത്ഥം. അപ്പൊ അടക്കി നിർത്തുക എന്ന അർത്ഥത്തിലാണോ ഹെൽപ്പ് വന്നിട്ടുള്ളത് എന്നെങ്ങനെ മനസ്സിലാക്കാറിയോ? സിമ്പിളാണ്. കാണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞ് പി എസ് സിക്ക് ചോദിക്കും. കാണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞ് പി എസ് സി ചോദിക്കും. ആ കാണ്ട് ഹെൽപ്പിന് തൊട്ട് മുമ്പ് ഐ യു ദേ വി, ഐ യു ദേ വി ഹി ഷീ, ഇതിലാരെങ്കിലും ഒരാൾ വരും. കാണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞ പി എസ് സിക്ക് ചോദിക്കും. ആ കാണ്ട് ഹെൽപ്പിന് തൊട്ട് മുമ്പ് ഐ യു ദേ വി ഹി ഷീ, ഇതിലാരെങ്കിലും ഒരാൾ തരും. ഐ കാണ്ട് ഹെൽപ്പ്, അല്ലെങ്കിൽ യു കാണ്ട് ഹെൽപ്പ്, ദേ കാണ്ട് ഹെൽപ്പ്, വി കാണ്ട് ഹെൽപ്പ് എന്ന് തരും. എന്നിട്ട് ബ്ലാങ്ക് കണ്ടാൽ ശ്രദ്ധിക്കണം. അപ്പം മനസ്സിലാക്കണം അവിടെ ഹെൽപ്പിൻ്റെ അർത്ഥം സഹായിക്കലല്ല, നിയന്ത്രിച്ച് നിർത്തുക അല്ലെങ്കിൽ അടക്കി നിർത്തുക എന്നാണ് അവിടെ ഹെൽപ്പിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ശരി. അപ്പോൾ അടക്കി നിർത്തുക എന്ന അർത്ഥത്തിൽ എങ്ങനെ വരിക? കാണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ചോദിക്കും. അതിന് തൊട്ട് മുമ്പ് ഐ യു ദേ വി ഹി ഷീ, ഇതിലാരെങ്കിലും ആൾ തരും. എന്നിട്ട് അവസാനം ബ്ലാങ്ക് കണ്ടാൽ അപ്പം മനസ്സിലാക്കണം അവിടെ ഹെൽപ്പിൻ്റെ അർത്ഥം ഒരിക്കലും സഹായിക്കലല്ല, പിന്നെന്താ അർത്ഥം? അടക്കി നിർത്തുക, പിടിച്ചു നിർത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ അടക്കി നിർത്തുക എന്ന അർത്ഥത്തിൽ ഹെൽപ്പ് വന്നാൽ ശ്രദ്ധിക്കണം. അവിടെ എന്താ ആൻസർ വരിക അറിയോ? അവിടെ ജെറണ്ടാണ് ആൻസർ വരിക. എന്താ വരിക? ജെറണ്ടാണ് ആൻസർ വരിക. മറക്കരുത് കേട്ടോ. ജെറണ്ട് പറഞ്ഞാൽ എന്താ? വെർബ് പ്ലസ് ഐ എൻ ജി അല്ലേ? വെർബ് പ്ലസ് ഐ എൻ ജി, അതാണ് ജെറണ്ട് എന്ന് പറയാം. നിങ്ങൾക്കറിയാം. ഓക്കെ, ശരി. അപ്പോൾ ഈ കാണ്ട് ഹെൽപ്പുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ, ഐ കാണ്ട് ഹെൽപ്പ് ഡാഷ് അല്ലെ? കാണ്ട് ഹെൽപ്പ് എന്ന് കാണുന്നുണ്ട്. ആ കാണ്ട് ഹെൽപ്പിന് തൊട്ട് മുമ്പ് ഐ യു ദേ വി ഹി ഷീ, ഇതിലാരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഐ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹെൽപ്പിൻ്റെ അർത്ഥം എന്താ? അടക്കി നിർത്തുക, ഹോൾഡ് ബാക്ക് എന്നാണ് അർത്ഥം. ഐ കാണ്ട് ഹെൽപ്പ്, എനിക്ക് അടക്കി നിർത്താൻ കഴിയുന്നില്ല. എന്ത്? കരച്ചിൽ. എനിക്ക് കരച്ചിൽ അടക്കി നിർത്താൻ കഴിയുന്നില്ല. കരച്ചിൽ എന്ന് അർത്ഥം കിട്ടണമെങ്കിൽ അവിടെ ജെറണ്ട് വരണം അല്ലേ? അപ്പോൾ ചോയ്സിൽ ജെറണ്ടാരാ? യെസ്, ജെറണ്ടാരാ? ക്രൈയിങ്. വെർബ് പ്ലസ് ഐ എൻ ജി അല്ലേ ജെറണ്ട്? ക്രൈയിങ്, അതാണ് ശരി. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഷീ കാണ്ട് ഹെൽപ്പ് ഡാഷ്, ഷീ കാണ്ട് ഹെൽപ്പ് ഡാഷ്, അവൾക്ക് അടക്കി നിർത്താൻ കഴിയുന്നില്ല. എന്ത്? ചിരി. അവൾക്ക് ചിരി അടക്കി നിർത്താൻ കഴിയുന്നില്ല. അപ്പൊ കാണ്ട് ഹെൽപ്പ് എന്നുണ്ട്. ആ കാണ്ട് ഹെൽപ്പിന് തൊട്ട് മുമ്പ് ഐ യു ദേ വി ഹി ഷീ, ഇതിലാരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഷീ ഉണ്ട്. അപ്പൊ പിന്നീട് ബ്ലാങ്ക് അല്ല, അവിടെ എന്താ ആൻസർ വരിക? ജെറണ്ട്. ചോയ്സിൽ ജെറണ്ടാരാ? യെസ്, ജെറണ്ടാരാ? ലാഫിംഗ്, അതാണ് ആൻസർ വരിക. എന്താ വരിക? ലാഫിംഗ്, അതാണ് ആൻസർ വരിക. ഓക്കെ, ശരി. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരം ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ശരി. അപ്പോൾ പുതിയ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.